ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെയും മാലിന്യങ്ങളെയും അരിച്ചെടുത്ത് മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ വൃക്കകൾക്കാണ്. എന്നാൽ വൃക്കകൾ പ്രവർത്തിക്കാതെ വന്നാൽ അത് മൊത്തം ആരോഗ്യത്തെയും ബാധിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. സുപ്രധാന അവയവമായ വൃക്കകൾ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളും മാലിന്യങ്ങളും പുറന്തള്ളാൻ സഹായിക്കുന്നു. എന്നാൽ വൃക്കകൾക്ക് അതിന്റെ ധർമ്മം നിർവഹിക്കാനാകാതെ വന്നാൽ എന്ത് സംഭവിക്കും? അതായത് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായാൽ അത് ശാരീരിക പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ ബാധിക്കും. അവ ശരിയായി പ്രവർത്തിക്കാത്തപ്പോൾ നമ്മുടെ ശരീരം വിഷവസ്തുക്കളെ കൊണ്ട് നിറയുന്ന അവസ്ഥ ഉണ്ടാകും. ഇത് നമ്മുടെ ജീവന് പോലും ഭീഷണിയായേക്കും. വൃക്കകളുടെ പ്രവർത്തനം മോശമായതിന്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, കണ്ണുകൾക്ക് ചുറ്റും എപ്പോഴും തടിപ്പ് കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാണ് എന്നതിന്റെ അടയാളമാണ്. രണ്ടാമത്തേത്, കാലിലെ നീരാണ്. തകരാറിലായ വൃക്കകൾ സോഡിയം നിലനിർത്തുന്നതിന് ഇടയാക്കും. ഇത് നിങ്ങളുടെ കണങ്കാലുകളും പാദങ്ങളും നീര് കൊണ്ട് വീർക്കാൻ ഇടയാക്കും. ചിലപ്പോൾ വീക്കം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുടെയും ലക്ഷണമാകാം. മൂന്നാമത്തേത്, ക്ഷീണമാണ്. വൃക്കകൾ തകരാറിലായാൽ രക്തത്തിൽ മാലിന്യങ്ങൾ മറ്റും അടിഞ്ഞുകൂടുന്നു. ഇത് നിങ്ങളിൽ എല്ലായ്പ്പോഴും ക്ഷീണവും ബലഹീനതയും ഉണ്ടാക്കും. നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിച്ചാൽ പോലും നിങ്ങളുടെ ദൈനംദിന ജോലി നിർവഹിക്കാൻ ഇതുമൂലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നാലാമത്തേത്, മൂത്രത്തിൽ പത. ശരീരത്തിൽ നിന്ന് മാക്രോ ന്യൂട്രിയന്റ് അരിച്ചെടുക്കാൻ വൃക്കകൾക്ക് കഴിയാതെ വരുമ്പോൾ സംഭവിക്കുന്ന രക്തത്തിലെ അമിതമായ പ്രോട്ടീന്റെ അടയാളമാണ് നുരയോടും പതയോടും കൂടിയ മൂത്രം. ഈ ലക്ഷണവും അവഗണിക്കരുത്. അഞ്ചാമത്തേത്, രക്തം കലർന്ന മൂത്രം. വൃക്കകൾ തകരാറിലാണെന്ന് സൂചിപ്പിക്കുന്നതിന്റെ പ്രധാന ലക്ഷണമാണ് മൂത്രത്തിലെ രക്തത്തിന്റെ അംശം. ആറാമത്തേത്, വിശപ്പിന്റെ അഭാവം. പല കാരണങ്ങളാൽ സംഭവിക്കുന്ന ഒരു സാധാരണ ലക്ഷണമാണ് മോശം വിശപ്പ്. ഇത് സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വൃക്കകളുടെ പ്രവർത്തനം മോശമാകുന്നത് മൂലമാവാം. ഏഴാമത്തേത്, ചർമ്മത്തിലെ മാറ്റങ്ങളാണ്. രക്തത്തിലെ ധാതുക്കളുടെ അളവ് നിലനിർത്താൻ വൃക്കകൾ സഹായിക്കുന്നു. ഇതിലെ അസന്തുലിതാവസ്ഥ നിങ്ങളുടെ ചർമ്മത്തെ വരണ്ടതാക്കുകയും ചൊറിച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യും. എട്ടാമത്തേത്, ഉറങ്ങാൻ ബുദ്ധിമുട്ട്. നിങ്ങളുടെ കിഡ്നി ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നല്ല ഉറക്കം ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഉറക്കമില്ലായ്മ, ഉറക്കക്കുറവ്, അസ്വസ്ഥമായ ഉറക്കം എന്നിവ സാധാരണമാണ്. ഒൻപതാമത്തേത്, ഏകാഗ്രതയുടെ അഭാവമാണ്. നിങ്ങളുടെ കിഡ്നിയിലെ ഏത് പ്രശ്നവും നിങ്ങളുടെ ഏകാഗ്രതയെ ബാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞേക്കില്ല. പലപ്പോഴും വളരെയധികം അസ്വസ്ഥത തോന്നിയേക്കാം. അതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാതെ ഉചിതമായ പരിശോധനാ നടപടികൾ എടുക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.